ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ 100 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ ആയതിൻ്റെ പേരിലാണ് ഞാനിവിടെ 100 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. ഇനി അതൊരു വിസ്ക് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഹാൻഡ് വിസ്ക് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 750 ഗ്രാം ഷുഗർ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് നേരത്തെ ചോക്ക് ചെയ്ത് വെച്ച നമ്മുടെ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഒന്നും കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണം. അതിലേക്ക് ചൂടോടെ തന്നെ ഈ ചൈന ഗ്രാസ് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കട്ടയില്ലാതെ തന്നെ സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഞാൻ മുഴുവനായി ഇതുപോലെ കട്ടയില്ലാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ട് തന്നെ വിസ്ക് വെച്ച് എല്ലായിടത്തേക്കും യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ആ ബാറ്റർ നമ്മളൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം ഈ കാഷ്യൂ നട്ട്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചൂടോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കാഷ്യൂ നട്ട്സ് ഒക്കെ അടിയിലേക്ക് പോകുന്നതാണ്. ഇനി നമുക്ക് ഈ പുഡിങ് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ഗാർണിഷിങ്ങും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കും മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.